വെൽക്കം ടു സ്റ്റഡി നിഫ്റ്റി മലയാളം. സോ നമ്മൾ വീണ്ടും ഇന്നൊരു പുതിയ സ്ട്രാറ്റജി പരിചയപ്പെടാനാണ് പോകുന്നത്. ഡബിൾ ബാരൽ സ്ട്രാറ്റജി. പേര് കേട്ടിട്ടൊന്നും വലിയ ഗാംഭീര്യമൊക്കെ ഉണ്ട്, പക്ഷെ തീർച്ചയായിട്ടും അതേമാതിരി ഗാംഭീര്യം ആ ട്രേഡിന് നമുക്ക് ലഭിക്കുമെന്നുള്ളത് തന്നെയാണ്. ബിക്കോസ് നമ്മൾ എന്താ പറയുക, ഓപ്ഷൻ ട്രേഡിങ്ങിനെ ഒരു റീഡിഫൈൻ ചെയ്യുന്ന ഒരു മെത്തഡോളജി. ഡെഫിനറ്റ്ലി ഇതിന് നമുക്ക് എന്ത് വേണം, നമുക്ക് ഡയറക്ഷൻ അറിയണം എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് തന്നെയാണ്. ഒരു ഡയറക്ഷൻ നമ്മൾ അറിയാൻ ശ്രമിക്കുന്നു, എയ്തർ അപ്പ് സൈഡ് ഓർ ഡൗൺ സൈഡ്, നോട്ട് സൈഡ് വേസ്. സൈഡ് വേസിന് ഈ സ്ട്രാറ്റജി പറ്റത്തില്ല. പകരം ട്രെൻഡിങ്, എയ്തർ അപ്പ് സൈഡ് ഓർ ഡൗൺ സൈഡ്. അത് നമുക്ക് വീക്കിലി തന്നെ ആകണമെന്ന് യാതൊരു നിർബന്ധമില്ല. അത് മന്ത്ലി വ്യൂവിൽ നിങ്ങൾക്ക് നോക്കാം, അല്ലെങ്കിൽ 2 weeks ബേസിസിൽ നിങ്ങൾക്ക് വ്യൂ നോക്കാം. ഇൻട്രാഡേയിലും നിങ്ങൾക്ക് വ്യൂ ഓക്കെ ആണ്. അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ളവരുണ്ടെങ്കിൽ ഇൻട്രാഡേയിലും നിങ്ങൾക്ക് ഓക്കെയാണ്. പിന്നെ ഇതൊരു വർക്ക് പീപ്പിൾ സ്ട്രാറ്റജിയും കൂടിയാണ്. എങ്ങനെ വേണേലും നിങ്ങൾക്ക് ഇതിനെ കൺസിഡർ ചെയ്യാം. ഓൾ ഇൻ വൺ സ്ട്രാറ്റജി. ഇത് ഇൻസ്ട്രുമെൻ്റ് ഏതോ ആയിക്കോട്ടെ, നിഫ്റ്റി ആയിക്കോട്ടെ, ബാങ്ക് നിഫ്റ്റി ആയിക്കോട്ടെ, സെൻസെക്സ് ആയിക്കോട്ടെ, ഫിൻ നിഫ്റ്റി ആയിക്കോട്ടെ, സ്റ്റോക്ക് ഓപ്ഷൻസ്, ഏത് സ്റ്റോക്ക് ഓപ്ഷൻസ്. ഒത്തിരി പേര് സ്റ്റോക്ക് ഓപ്ഷൻ വീഡിയോസ് ചെയ്യാമോ ചോദിക്കുന്നു. അതാ സ്റ്റോക്ക് ഓപ്ഷന് വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു സ്ട്രാറ്റജി ഞാൻ എല്ലാറ്റിനും കോമൺ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒറ്റ സ്ട്രാറ്റജി കോൾഡ് ഡബിൾ ബാരൽ സ്ട്രാറ്റജി. സോ ഇതെന്താണെന്ന് പറഞ്ഞാൽ, ഇതങ്ങനെ പുതിയതായിട്ടങ്ങനെ മുകളിൽ നിന്ന് പൊട്ടി മുളച്ച് വന്ന സാധനമൊന്നുമല്ല. സിമ്പിൾ, നമ്മുടെ നോർമൽ ട്രഡീഷണലി നമ്മൾ യൂസ് ചെയ്യുന്ന സ്പ്രെഡ് സ്ട്രാറ്റജീസ് ഉണ്ട്. എന്താണ് ഈ സ്പ്രെഡ് സ്ട്രാറ്റജി? സ്പ്രെഡ് എന്ന് പറഞ്ഞാൽ നത്തിങ് ബട്ട് നമ്മൾ ഒന്നുകിൽ എന്താ പറയുക, ഡെബിറ്റ് സ്പ്രെഡ് എന്ന് പറയും, അല്ലെങ്കിൽ ക്രെഡിറ്റ് സ്പ്രെഡ് എന്ന് പറയും. എന്താണ് ഡെബിറ്റ് സ്പ്രെഡ്, എന്താണ് ക്രെഡിറ്റ് സ്പ്രെഡ്? സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മൾ എത്ര പ്രീമിയം അങ്ങോട്ട് കൊടുക്കുന്നു, അതായത് കോൾ ലെഗ്, ഹയസ്റ്റ് പ്രീമിയത്തിൻ്റെ ഒരു കോൾ ലെഗ് നമ്മൾ ബൈ ചെയ്യുന്നു. ലോവസ്റ്റ് പ്രീമിയത്തിലുള്ള ഒരു കോൾ ലെഗ് ആണെങ്കിൽ ഓപ്ഷൻ കോൾ സൈഡ് ആണെങ്കിൽ അതേ കോൾ സൈഡിലെ ലെഗിന് നമ്മൾ സെല്ല് ചെയ്യുകയാണെങ്കിൽ, അപ്പോൾ ഹയസ്റ്റ് പ്രീമിയം ഇവിടെ ഏതിനാണ്? ബൈ സൈഡിനല്ലേ ഹയസ്റ്റ് പ്രീമിയം വരുന്നത്, സെൽ സൈഡിന് ലോവസ്റ്റ് പ്രീമിയം വരുന്നു. അത്തരം സ്പ്രെഡിന് നമ്മൾ എന്ത് പറയുന്നു? ഡെബിറ്റ് സ്പ്രെഡ് എന്ന് പറയുന്നു. ആ ഡെബിറ്റ് സ്പ്രെഡ് എന്ന് പറയുന്നതിൻ്റെ വാല്യൂ എത്രയാണോ അത് തന്നെയാണ് നമ്മുടെ മാക്സിമം ലോസും നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന സ്ട്രാറ്റജീസിനെയാണ് ഈ സ്പ്രെഡ് സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത്. അതിൽ തന്നെ 2 ഉണ്ട്, ക്രെഡിറ്റ് സ്പ്രെഡ്, ഡെബിറ്റ് സ്പ്രെഡ്. അപ്പോൾ നാച്ചുറലി വാട്ട് ഈസ് ക്രെഡിറ്റ് സ്പ്രെഡ്? ഹയസ്റ്റ് പ്രീമിയം വരുന്ന ഒരു ലെഗിന് നമ്മൾ സെല്ല് ചെയ്യുകയും ലോവസ്റ്റ് പ്രീമിയം വരുന്ന ഒന്നിനെ നമ്മൾ ബൈ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഡിഫറൻസിൽ വരുന്നത് നമുക്ക് പ്ലസ് ആയിട്ട് മാറുന്നു. അതിനെ ക്രെഡിറ്റ് സ്പ്രെഡ് എന്ന് പറയുന്നു. അത് തന്നെയാണ് നമ്മളുടെ മാക്സിമം പ്രോഫിറ്റ് ആയിട്ട് മാറുക. അപ്പോൾ ഇതാണ് അതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത്, ഡെബിറ്റ് സ്പ്രെഡും ക്രെഡിറ്റ് സ്പ്രെഡും. നിങ്ങൾക്കൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ലെന്ന് എനിക്കറിയാം, കുറച്ച് പേർക്കൊക്കെ. അവർക്ക് ഞാനതിൻ്റെ എക്സ്പ്ലനേഷൻ നമ്മൾ ഇത് നമ്മുടെ സിമുലേറ്ററിൽ പോയിട്ട് നമ്മൾ ഈ സ്പ്രെഡൊക്കെ ഡിഫൈൻ ചെയ്യുമ്പോൾ ഞാനത് പറഞ്ഞു തരാം. എന്താണ് ഡെബിറ്റ് സ്പ്രെഡ്, എന്താണ് ക്രെഡിറ്റ് സ്പ്രെഡ് എന്നുള്ളത്. ഓക്കെ, വൺ തിങ്. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്, നമുക്കിത് എങ്ങനെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം. ഇതിൻ്റെ മാർജിൻ റിക്വയർമെൻറ്റ് ശ്രദ്ധിക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ, മാർജിൻ റിക്വയർമെൻറ്റ് മോസ്റ്റ്ലി ബുൾ കോൾ സ്പ്രെഡ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ബിയർ പുട്ട് സ്പ്രെഡ് ആയിക്കോട്ടെ, അതിനൊക്കെ അറൗണ്ട് ഒരു 1-1.25 ലക്ഷം രൂപ മതിയാകും. പക്ഷേ ഈ ഒരു സ്ട്രാറ്റജി സംബന്ധിച്ചിടത്തോളം നമുക്ക് കൃത്യമായിട്ടും 2.5 മുതൽ 3 ലക്ഷം രൂപയ്ക്കുള്ളിൽ നമുക്ക് മസ്റ്റായിട്ട് ക്യാപിറ്റൽ നിർബന്ധമാണ്. പക്ഷേ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് കൂളായിട്ടിരിക്കാം. നിങ്ങൾ നല്ല രീതിയിൽ ഒരു ഡയറക്ഷൻ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് നല്ല ഹോപ്പുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ അനാലിസിസ് പെർഫെക്റ്റ് ആണെന്ന് വെച്ചോളൂ, നിങ്ങൾക്ക് ഹ്യൂജ് പ്രോഫിറ്റിൽ നിങ്ങൾക്ക് എൻഡപ്പ് ചെയ്യാം. ഇനി സപ്പോസ് നെഗറ്റീവ് ആയിപ്പോട്ടെ, നമ്മുടെ ക്യാപിറ്റൽ പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. ലോസ് ഇപ്പം നമ്മൾ 2.5 ലക്ഷം രൂപ അല്ലെങ്കിൽ 3 ലക്ഷം രൂപ ഉപയോഗിച്ച് ഈ ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യുന്നു. ഓക്കെ, നമുക്ക് ഒരു റീസണബിൾ ആയിട്ട് നമുക്ക് ചിലപ്പോൾ അത് മാക്സിമം 10 ഡേയ്സിനുള്ളിൽ തന്നെ നമുക്ക് നല്ല പ്രോഫിറ്റ് വരാൻ സാധ്യതയുണ്ട്. ഇനി അഥവാ ലോസിലേക്ക് പോയാൽ 2.5-3 ലക്ഷം രൂപ ക്യാപിറ്റലുള്ള നമ്മുടെ കയ്യിൽ മാക്സിമം ലോസ്, ആ ഒരു സ്ട്രാറ്റജി അവസാനിക്കുന്നത് വരെയും നമ്മൾ ഹോൾഡ് ചെയ്താൽ നമുക്ക് സംഭവിക്കാവുന്ന ലോസ് എന്ന് പറയുന്നത് 3,000-4,000 റുപ്പീസ്. അത് അറ്റ് ദി മാക്സിമം ലോസ്. അതിനും നമ്മൾ ലീപ്പ് രീതിയിലാണ് എടുക്കാൻ പോകുന്നത്. അതേ എക്സ്പയറിയിലല്ല നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മൾ 1 മാസം കഴിഞ്ഞിട്ടുള്ള എക്സ്പയറി ആയിരിക്കാം, അല്ലെങ്കിൽ 1.5 മാസം കഴിഞ്ഞിട്ടുള്ള എക്സ്പയറി വേണമെങ്കിലും നമുക്കിത് ചെയ്യാം. നിങ്ങൾക്ക് ഇന്ന എക്സ്പയറി തന്നെ ഇത് ഹാൻഡിൽ ചെയ്യണമെന്നൊന്നും നിർബന്ധമില്ല. ഒരു തരത്തിലും നിങ്ങളെ ശല്യപ്പെടുത്താതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ. ഇനി ഗോൾഡ് ട്രേഡ് ചെയ്യണോ, ഗോൾഡ് ചെയ്യാം, സിൽവർ,
അത് ചെയ്യാം, നാച്ചുറൽ ഗ്യാസ് ചെയ്യണോ, ഓയിൽ, എനർജി സെക്ടറിൽ ഓയിൽ ചെയ്യണോ, എന്തിനും ഏതിനും നിങ്ങൾക്ക് ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് ഡിപ്പെൻഡ് ചെയ്യാം. സ്ട്രാറ്റജി വളരെ സിമ്പിളാണ്. അതുകൊണ്ട് തന്നെ ശ്രദ്ധയോടുകൂടി ഓരോ പോയിന്റും നിങ്ങൾ ശ്രദ്ധിക്കുന്നവർക്ക് മാത്രമേ ഇതുകൊണ്ട് ഗുണമുണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് സ്കിപ്പ് ചെയ്ത് പോകുന്ന പരിപാടിയുണ്ട്. പലപ്പോഴും ചില കമൻസിലൊക്കെ ഞാൻ കാണാറുണ്ട്, അതായത് കംപ്ലീറ്റ്ലി ഇനി പറയാൻ ഒന്നും ഇല്ലാത്ത ലെവലിൽ വരെ ആ ഒരു സ്ട്രാറ്റജിയെ പറ്റിയിട്ട് എന്ത് ഡിഫൈൻ ചെയ്താലും അതിൻ്റെ നിസ്സാരമായിട്ടുള്ള ചെറിയ ചെറിയ ഡൗട്ടുകൾ വരെ ചോദിക്കുക. അതിനർത്ഥം എന്താണ്? അവർ പൂർണ്ണമായിട്ട് കാണാൻ തയ്യാറല്ല. ജീവിതത്തിൽ ഒരു അരമണിക്കൂറോ 15 മിനിറ്റോ 20 മിനിറ്റോ അരമണിക്കൂറോ 3/4 മണിക്കൂറോ നിങ്ങളുടെ ലൈഫിനെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പഠനം നടത്താൻ നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഇതിനൊന്നും ഇറങ്ങി തിരിച്ചിട്ട് ഒരു കാര്യമില്ല. നിങ്ങളുടെ ലൈഫിലേക്ക് വേണ്ടിയിട്ടും കൂടി നിങ്ങൾ ഇൻവെസ്റ്റ് നടത്തും. സമയത്തെ ആദ്യം ഇൻവെസ്റ്റ് ചെയ്യും, പിന്നെ നമുക്ക് പൈസയുടെ കാര്യം നോക്കാം. കാരണം ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ വളരെ റെയറായിട്ട് കിട്ടുന്ന സാധ്യതകളാണ്. അതിനൊന്നും പാഴാക്കരുത്. വീഡിയോ ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പം ലൈക്ക് ചെയ്യണം. ലൈക്ക് ചെയ്തിട്ട് മാത്രമേ മുന്നോട്ട് പോകാവൂ. അത് നിങ്ങളെ എനിക്ക് തരുന്ന ഒരു ബഹുമതിയായിട്ട് ഞാൻ കണക്കാക്കുന്നു. ദയവായി നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യണം. ഓക്കെ, അടുത്തൊരു പോയിന്റ്, എല്ലാവരും മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്സ് 100% നടത്തണം. മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്സ് നടത്താൻ ഒരുപാട് കാരണങ്ങളുണ്ട് ഞാൻ പറയാൻ. കാരണം ഭാവിയിലേക്ക് നിങ്ങൾക്കൊരു നല്ല ഒരു ക്യാപിറ്റൽ അപ്രിസിയേഷൻ, ഒരു 5-10 കൊല്ലം കുറഞ്ഞ പക്ഷം നിങ്ങളത് ഹോൾഡ് ചെയ്യാൻ പാകത്തിനുള്ള ഒരു മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെ നിങ്ങൾ തയ്യാറെടുക്കണം. 1-2 വർഷത്തേക്കാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇത് ചെയ്യരുത്. അതൊരു സൈഡ്. ഇനി പുതിയ കല്യാണം പോലുള്ള സംഭവങ്ങളൊക്കെ ഇപ്പോൾ ട്രെൻഡൊക്കെ മാറിക്കഴിഞ്ഞു. നിങ്ങൾ നിങ്ങളുടെ വീട്ടുകാരോടൊക്കെ പറയണം, പ്രത്യേകിച്ച് ലേഡീസ് അല്ലെങ്കിൽ പാരൻസ് ഒക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇപ്പോൾ ആൺവീട്ടുകാരാണെങ്കിലും ശരി, പെൺവീട്ടുകാരാണെങ്കിലും ശരി, ഇനിയുള്ള കാലത്തൊക്കെ നമ്മൾ ഗോൾഡൊക്കെ പോയി ജ്വല്ലറിയിൽ പോയി ഗോൾഡ് വാങ്ങിയിട്ട് ആ പൈസ കൊണ്ടുപോയി ജ്വല്ലറി കൊടുക്കുന്നതിന് പകരം നിങ്ങൾ നല്ല 1-2 മ്യൂച്വൽ ഫണ്ട് നിങ്ങളുടെ മകളുടെ പേരിൽ ഗോൾഡിൽ തന്നെ നിങ്ങൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യൂ. എന്നിട്ട് ഇത് നേരെ ചെക്കൻ്റെ വീട്ടുകാരെ അറിയിക്കൂ, ഇത്രയും രൂപയ്ക്കുള്ള സംഭവം ഞങ്ങൾ തന്നിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഗുണം എന്താണ്? ഭാവിയിൽ അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും വിള്ളലുകൾ സംഭവിച്ചാൽ പോലും അത് നാളെ പല വിഷയങ്ങളും ഉണ്ടാവും. ചെക്കൻ അത് കൊണ്ടുപോയി ഗോൾഡ് കൊണ്ടുപോയി അങ്ങനെ കൊണ്ടുപോയി ഇങ്ങനെ കൊണ്ടുപോയി എന്നൊക്കെ പ്രശ്നം. ഇതൊന്നും പേടിക്കേണ്ട കാര്യമില്ല. സേഫായിട്ട് അതവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇരിക്കും. അവരുടെ ജീവിതത്തിൽ ഇനി നല്ല ജീവിതം നടന്നുകൊണ്ട് പോകുന്നവർക്കോ അവർക്കും ഇത് ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഭാവിയിലേക്ക് വളർച്ചാ സാധ്യത കൂടുതലുണ്ടാക്കുന്ന രീതിയിലേക്ക് അത് കൊണ്ടുപോവുകയും ചെയ്യും. അതിനോടൊപ്പം 1-2 മ്യൂച്വൽ ഏതെങ്കിലും ഇപ്പോൾ എല്ലാം ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാതെ കുറച്ച് സിൽവർ, കുറച്ച് ഗോൾഡ്, പിന്നെ കുറച്ച് അല്ലാതെ മ്യൂച്വൽ ഫണ്ട്സ്, നല്ല ഈക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സ്, ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫണ്ട്സിലൊക്കെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു വ്യത്യസ്തമായി ചിന്തിക്കൂ. കല്യാണത്തിന് വേണ്ടുന്ന മിനിമം ആയിട്ടുള്ള ഗോൾഡ് എടുക്കൂ. ബാക്കി നിങ്ങൾക്ക് ഓർണമെൻറ്റ്സ് അങ്ങനെ വാടകയ്ക്ക് ലഭിക്കും. വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ സെറ്റ് ഓർണമെൻറ്റ്സ് നമുക്ക് വാടകയ്ക്ക് ലഭിക്കും. ഇത് മുൻകൂട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും 2 പേരും തമ്മിൽ അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നം തീർന്നല്ലോ. ബാക്കിയുള്ളതെല്ലാം സേഫായിട്ട് മകളുടെ പേരിലോ മകൻ്റെ പേരിലോ നിങ്ങളെല്ലാം സേഫാക്കുക. അത് ഫ്യൂച്ചറിലേക്കും കൂടി ചേർത്ത് നിങ്ങൾ സേഫാക്കി കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ കല്യാണമോ എന്താണെന്ന് വെച്ചാൽ മംഗളകരമായിട്ട് നടത്തുക. ഓക്കെ, ദിസ് ഈസ് 1 മെത്തേഡ് ഫോർ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്. ബാക്കി പിന്നീട് നിങ്ങൾ എൻ്റെ വാട്സാപ്പ് നമ്പറുണ്ട്, അതിൽ മെസ്സേജ് ചെയ്യുക. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ സ്ട്രാറ്റജിയിലേക്ക് കിടക്കാം. ലെറ്റ്സ് സ്പീക്ക്. അപ്പോൾ നമ്മളിവിടെ ബിൽഡ് ചെയ്യാൻ പോകുന്നത് ഡബിൾ ബാരൽ സ്ട്രാറ്റജി. വൺസ് അഗെയിൻ ഞാൻ പറയുന്നു, സിമ്പിളായിട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ട്രഡീഷണലി എല്ലാവരും യൂസ് ചെയ്യുന്ന ക്രെഡിറ്റ് അല്ലെങ്കിൽ ഡെബിറ്റ് സ്പ്രെഡ് സ്ട്രാറ്റജീസിൻ്റെ ഒരു ചെറിയ മോഡിഫിക്കേഷനോടുകൂടി നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളുടെ ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു, നല്ല പ്രോഫിറ്റിലേക്ക് കൊണ്ടെത്തിക്കാൻ ശ്രമിക്കുന്നു. നല്ല ലോസ് പോയി കഴിഞ്ഞാൽ അഥവാ നമ്മുടെ കയ്യിൽ നിന്നും അത് നമ്മുടെ വ്യൂ മാറിപ്പോയാൽ നമ്മുടെ ലോസ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വളരെ മിനിമം ലോസിലേക്ക് നമ്മൾ അത് എന്ത് തന്നെ മാർക്കറ്റിൻ്റെ എന്ത് മാർക്കറ്റ് തലകുത്തി മറിഞ്ഞു പോയാലും നമ്മുടെ സേഫായിട്ടുള്ള ഒരു മിനിമം കൊടുക്കേണ്ടുന്നത് മാത്രം നമ്മൾ ഷെയർ മാർക്കറ്റിന് കൊടുക്കാനുള്ള ഒരു പാകത്തിന് റെഡിയാകുക. ഇതാണ് ഈ സ്ട്രാറ്റജി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരുപാട് പേര് എന്നെ വിളിച്ച്, ഒരുപാട് വയസ്സായവർ, അവരൊക്കെ പറയുന്നു, സാർ സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാൻ പറ്റുന്നില്ല, ഇതെങ്ങനെ ചെയ്യണം, ക്യാപിറ്റൽ നല്ല സേഫായിട്ട് ട്രേഡ് ചെയ്യണം. നിങ്ങളിത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഇത് നല്ലോണം ശ്രദ്ധിച്ച് പഠിക്കൂ. നിങ്ങൾക്ക് തന്നെ ചെയ്യാം. അത്യാവശ്യം ക്യാപിറ്റലൊക്കെ ഉള്ളവർക്ക് ഈ ഒരു സ്ട്രാറ്റജി വെച്ചിട്ട് നല്ല രീതിയിൽ ജീവിതത്തെ ഒരു ട്രേഡർ എന്നുള്ള ട്രേഡ് ലൈഫിനെ നിങ്ങൾക്ക് സ്മൂത്താക്കി കൊണ്ടുപോകാം. ഒറ്റ സ്ട്രാറ്റജി മതി എല്ലാ ഇൻസ്ട്രുമെൻറ്റ്സ് ട്രേഡ് ചെയ്യാനും ഒരൊറ്റ സ്ട്രാറ്റജി മതി എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഡബിൾ ബാരൽ സ്ട്രാറ്റജി. ഓക്കെ,
സോ നമ്മൾ ഈ സിമ്പിളായിട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇത് ഇവിടെ നോക്കൂ, നമ്മുടെ വ്യൂ ഇപ്പോൾ മാർക്കറ്റ് ഇതാ ഈ ഒരു ദിവസത്തെ മാർക്കറ്റ് എടുക്കൂ. ഇതാ നമുക്ക് ഓരോരോ എക്സാമ്പിളായിട്ട് ഇപ്പോൾ ഇതേത് ദിവസമാണ്? 16th ജാനുവരിയാണ് അല്ലേ. 16th ജാനുവരിയിൽ മാർക്കറ്റ് ബുള്ളിഷായിട്ട് കാണുന്നു. അപ്പോൾ ബുള്ളിഷാണ്, ഓക്കെ, നമ്മുടെ വ്യൂ ബുള്ളിഷ് ആണെന്ന് വെച്ചോളൂ. സപ്പോസ് ഇപ്പോൾ നമ്മുടെ വ്യൂ ബുള്ളിഷ് ആണെങ്കിൽ നമ്മൾ ഈ സ്ട്രാറ്റജി അന്നത്തെ മാർക്കറ്റ് ഓപ്പൺ ടൈം എന്ന് പറയുന്നത് എത്രയാ? നമുക്ക് 15 മിനിറ്റ്സ് ചാർട്ടിലേക്ക് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 16th ജാനുവരി, അപ്പം മാർക്കറ്റ് 9:15 മുതൽ തന്നെ മാർക്കറ്റ് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇൻട്രാഡേയിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ഓക്കെ, ഇൻട്രാഡേ. അപ്പോൾ നമുക്ക് വേണ്ടുന്ന എന്താണ്? നമ്മുടെ സ്ട്രാറ്റജിയുടെ പേരെന്താണ്? ഡബിൾ ബാരൽ സ്ട്രാറ്റജി. അപ്പോൾ ഇതിപ്പോൾ ഡയറക്ഷൻ എന്താണ്? ബുള്ളിഷ് ആണ് ഡയറക്ഷൻ, വ്യൂ ബുള്ളിഷ് ഡയറക്ഷൻ വ്യൂ വന്നു. അപ്പോൾ നമ്മൾ ഈ സ്ട്രാറ്റജി എങ്ങനെ ബിൽഡ് ചെയ്യാമെന്നുള്ളത് സിമുലേറ്ററിൽ പോവുക. സിമുലേറ്ററിൽ പോയിട്ട് 16th ജാനുവരി അത് നമുക്കൊരു 9:30 മുകളിൽ നമ്മൾ ഈ ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാമെന്ന് നിങ്ങൾ വെച്ചോളൂ. അപ്പോൾ നമുക്കിപ്പോൾ ബുള്ളിഷ് ആണെങ്കിൽ നമുക്ക് എന്താ വേണ്ടത്? ബുള്ളിഷിലാണെങ്കിൽ നമുക്ക് വേണ്ടുന്നത് ഏത് സ്ട്രാറ്റജിയാണ്? ബുൾ കോൾ സ്പ്രെഡ്. കോളിൻ്റെ സ്പ്രെഡിനെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സിമ്പിളായിട്ട് നിങ്ങൾ ബുൾ കോൾ സ്പ്രെഡ് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ബുൾ കോൾ സ്പ്രെഡ് ഡിഫൈൻ ചെയ്യുന്നു. അതെങ്ങനെയാണെന്ന് വെച്ചാൽ സ്പ്രെഡാണ്, ബുൾ കോൾ സ്പ്രെഡാണ്. അപ്പോൾ കോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അറിയാം, കോൾ ഓപ്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള സ്പ്രെഡാണ്. ആദ്യം അത് മനസ്സിലാക്കുക. ബുൾ കോൾ സ്പ്രെഡ്. ബുൾ കോൾ സ്പ്രെഡ് എന്ന ഡെഫിനിഷൻ എന്ന് പറയുന്നത് കോൾ ലെഗ് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്താ ചെയ്യുക? സ്പ്രെഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതിനെന്ത് വേണം? അപ്പോൾ ഇപ്പോൾ നമ്മളിപ്പോൾ നിഫ്റ്റി തന്നെ എടുക്കാം. നിഫ്റ്റി എടുത്തു. നിഫ്റ്റിയിലെ ബുൾ കോൾ സ്പ്രെഡ് നമ്മുടെ എക്സ്പയറി എന്നാണ് 20th ജാനുവരി എക്സ്പയറി ആണ്. 20th ജാനുവരി എക്സ്പയറിയിലെ സ്പ്രെഡ് കോൾ സ്പ്രെഡാണ് നമ്മൾ ചെയ്യുന്നത്. കോൾ സ്പ്രെഡിൽ നമുക്ക് എന്ത് സ്പ്രെഡാണ് ഇത് ഡെബിറ്റ് സ്പ്രെഡാണോ ക്രെഡിറ്റ് സ്പ്രെഡാണോ എന്നുള്ളത് ശ്രദ്ധിച്ച് നോക്കുക. ഇതൊരു ഡെബിറ്റ് സ്പ്രെഡാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അതെന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ബിൽഡ് ചെയ്തതിന് ശേഷം ഞാൻ പോയിൻ്റ് ഔട്ട് ചെയ്ത് തരാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഓരോ പോയിൻറ്റും ശ്രദ്ധയോടുകൂടി കേൾക്കുക. ഓക്കെ, സോ വീഡിയോ ലൈക്ക് ചെയ്യാം. അതാണ് ആദ്യത്തെ ഇമ്പോർട്ടൻറ്റ്. വീഡിയോ ലൈക്ക് ചെയ്യുക. നമ്മളിപ്പോൾ ഇവിടെ നോക്കൂ, നമ്മുടെ വ്യൂ വന്നിട്ട് ബുള്ളിഷ് ആണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഇവിടെ കോൾ ഓപ്ഷനിലെ ഏതാ ഇവിടെ ഒരു ഹയസ്റ്റ് ഇപ്പം 110 രൂപ, സമയം 9:30 ആണ് കേട്ടോ. 9:30 110 രൂപയുടെ പ്രീമിയത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു കോൾ ഓപ്ഷൻ നമ്മൾ ബൈ ചെയ്യുന്നു. ഓക്കെ, ദെൻ സ്പ്രെഡാണ് ഞാൻ ഈ ആദ്യം ചെയ്യുന്നത്. ബുൾ കോൾ സ്പ്രെഡ് മാത്രമാണ് ഇവിടെ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു? നമ്മൾ ആക്ച്വലി ഡെബിറ്റ് സ്പ്രെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോൾ ലെഗിലുള്ള കോളോ പുട്ടോ ലെഗ് എന്ത് ചെയ്യണം? കൂടുതൽ പ്രീമിയത്തിലുള്ളത്. ഇപ്പം 110 രൂപയുടെ പ്രീമിയമാണ് വില കൂടുതൽ കമ്പയറിങ് ടു ഔട്ട് ഓഫ് ദ മണി വരുമ്പോൾ. അറ്റ് ദ മണി ഓർ ഇൻ ദ മണി ലെഗിൽ ഒരു ലെഗ് ബൈ ചെയ്യുകയും ഔട്ട് ഓഫ് ദ മണിയിൽ ഒരു ലെഗ് സെല്ല് ചെയ്യുകയും ചെയ്താൽ അതിനെ ഡെബിറ്റ് സ്പ്രെഡ് എന്ന് പറയുന്നു. കുറച്ചും കൂടെ ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഇൻ ദ മണിയോ അറ്റ് ദ മണിയിൽ നിന്നും ഒരു കോൾ ഓപ്ഷനോ അല്ലെങ്കിൽ പുട്ട് ഓപ്ഷനോ ബൈ ചെയ്യുന്നു. എന്നിട്ട് ഔട്ട് ഓഫ് ദ മണിയിൽ പോയിട്ട് നിങ്ങൾ ഒരു ലെഗ് കോൾ ഓപ്ഷനോ പുട്ട് ഓപ്ഷനോ സെല്ല് ചെയ്താൽ അതിനെ ഡെബിറ്റ് സ്പ്രെഡ് എന്ന് പറയുന്നു. ഏത് ഡെബിറ്റാണ് അത്? ബുൾ കോൾ ബുള്ളിഷ് ആയിക്കോട്ടെ ബെയറിഷ് ആയിക്കോട്ടെ, ഡെബിറ്റ് എന്ന് പറയുന്നത് അതെന്തുകൊണ്ടാണെന്ന് നോക്കൂ. ഞാനിപ്പോൾ 25,750 ആണ് ATM ഉണ്ടായിരുന്നത്. അതിൽ നിന്നും ഒരു ലെഗ് ഞാൻ എന്ത് ചെയ്തു? ബൈ ചെയ്തു. ഓക്കെ, ബൈ ചെയ്തതിന് ശേഷം 26,000 അടുത്തൊരു റീസണബിൾ ആയിട്ടുള്ള നല്ല OA ബിൽഡപ്പ് ഒക്കെ വരാൻ സാധ്യതയുള്ളതാണ്. 26,000 അവിടുത്തെ ഒരു ലെഗ് സെല്ല് ചെയ്തു. സോ ദിസ് ഈസ് കോൾഡ് എന്താണ്? ബുൾ കോൾ സ്പ്രെഡ്. ബുൾ കോൾ സ്പ്രെഡ് ഞാൻ പറഞ്ഞു ഡെബിറ്റ് സ്ട്രാറ്റജി എന്നാണ്. ഡെബിറ്റ് എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ ഇവിടെ ഇതിനെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുക. നെറ്റ് ക്രെഡിറ്റ് എന്ന് കാണിക്കുന്നത് ഇവിടെ എത്രയാ? -5,388. -5,300 എന്ന് പറയുമ്പോൾ എന്താണ്? മൈനസ്. അത് ഡെബിറ്റ്, അത് ടോട്ടൽ ക്രെഡിറ്റ് എന്ന് പറയുന്നതാണ് ഹെഡിങ് എങ്കിലും അത് ഇവിടെ എന്താ കാണിച്ചിരിക്കുന്നത്? 5,000 രൂപ മൈനസ് എന്നാണ് കാണിച്ചിരിക്കുന്നത്. അതിനർത്ഥം എന്താണ്? നമ്മൾ കൊടുത്ത പ്രീമിയത്തിൻ്റെ വേരിയേഷൻ ഇവിടെ ഏറ്റവും നെറ്റ് ക്രെഡിറ്റ് എന്ന് പറയുന്നത് 5,380 രൂപ. അതേമാതിരി മാക്സിമം ലോസ് നോക്കൂ. ഇതിനെയും നിങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് നോക്കുമ്പോൾ കാണാം മാക്സിമം ലോസ് എത്രയാണ്? അതേ 5,300 രൂപ. അപ്പോൾ ഡെബിറ്റ് സ്പ്രെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? എത്രയാണോ നമ്മൾ
ആ നെറ്റ് ക്രെഡിറ്റ് ആയിട്ട് വരുന്നത് അത് മൈനസ് ഫിഗർ ആണെങ്കിൽ അത്രയും ഫിഗർ തന്നെയായിരിക്കും നമ്മുടെ മാക്സിമം ലോസ് എന്ന് പറയുന്നത്. അതിനെയാണ് ഡെബിറ്റ് സ്പ്രെഡ് എന്ന് പറയുന്നത്. ഇതേ പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾ ക്രെഡിറ്റ് സ്പ്രെഡിനെ പറ്റി ചിന്തിച്ച് നോക്കൂ. അപ്പോൾ വാട്ട് ഈസ് ക്രെഡിറ്റ് സ്പ്രെഡ്? ഇവിടെ എന്തായിരിക്കുമോ പ്ലസ്സിൽ കാണുന്ന ഫിഗർ, ഗ്രീൻ കളറിൽ കാണുന്ന ഫിഗർ എന്തായിരിക്കുമോ അതായിരിക്കും നിങ്ങൾക്ക് കിട്ടാവുന്ന മാക്സിമം പ്രോഫിറ്റ് എന്നർത്ഥം. ഓക്കെ, മാക്സിമം ലോസ് എന്നല്ല, മാക്സിമം പ്രോഫിറ്റ് കിട്ടാനുള്ള സാധ്യത എന്നർത്ഥം. നെറ്റാണിത്. നെറ്റ് എന്ന് പറയുമ്പോൾ മാക്സിമം സെയിം ഫിഗറിൽ ഇവിടെ കൊടുത്തിരിക്കുന്ന 5388 മാക്സിമം ലോസ്. സോ ഇതിനെയാണ് ഡെബിറ്റ് സ്പ്രെഡ് ക്രെഡിറ്റ് സ്പ്രെഡ് സ്ട്രാറ്റജി തമ്മിലുള്ള വ്യത്യാസം. ഡെബിറ്റ് സ്പ്രെഡ് എന്ന് പറഞ്ഞ് കാണുന്ന മൈനസിലുള്ള ഫിഗർ നമ്മൾ കണ്ടാൽ അതിനർത്ഥം എന്താണ്? നമ്മുടെ ലോസ് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞു എന്നർത്ഥം. എത്ര രൂപ വരെ മാക്സിമം ലോസ് പോകാം. അതേ സ്ഥാനത്ത് നെറ്റ് ക്രെഡിറ്റിൻ്റെ സ്ഥാനത്ത് ഗ്രീൻ കളർ കണ്ടു കഴിഞ്ഞാൽ അതിനെ ക്രെഡിറ്റ് സ്പ്രെഡ് എന്ന് പറയുന്നു. അതിൻ്റെ അർത്ഥം മാക്സിമം പ്രോഫിറ്റ് കിട്ടാനുള്ള സാധ്യത എത്രയാണോ അത് അത്രയാണെന്നുള്ള കാര്യം മനസ്സിലാക്കാൻ പറ്റും. സോ 3 രീതിയിൽ വളരെ ലേമാൻ പോയിന്റ് ഓഫ് വ്യൂവിൽ മനസ്സിലാക്കുന്നവർക്ക് ഈ രീതിയിൽ ഞാൻ മനസ്സിലാക്കി തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ഡെബിറ്റ് സ്പ്രെഡ് ആൻഡ് വാട്ട് ഈസ് ക്രെഡിറ്റ് സ്പ്രെഡ്. കുറച്ചും കൂടെ പ്രൊഫഷണൽ ആയിട്ടുള്ളവർക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഡെബിറ്റ് സ്പ്രെഡ് എന്ന് പറയുന്നത് എന്താണ്? ATM ഓർ ഇൻ ദ മണി കോൾസ്, ഇൻ ദ മണി ലെഗിൽ, അത് കോൾ സൈഡ് ആയിക്കോട്ടെ പുട്ട് സൈഡിലായിക്കോട്ടെ, ഇനീഷ്യലി നമ്മൾ ഒരു ലെഗ് ബൈ ചെയ്യുമോ, ഒന്നോ മൾട്ടിപ്പിൾ ഒന്നോ രണ്ടോ എത്രയോ അത് ബൈ ചെയ്യുമോ, തത്തുല്യമായിട്ടുള്ള ഔട്ട് ഓഫ് ദ മണിയിലെ കോളോ പുട്ടോ ഔട്ട് ഓഫ് ദ മണിയിലെ നിങ്ങളുടെ പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള ലെഗ് നിങ്ങൾ സെല്ല് ചെയ്യുകയാണെങ്കിൽ അതിനെ ഡെബിറ്റ് സ്പ്രെഡ് എന്ന് പറയുന്നു. നേരെ ഓപ്പോസിറ്റായിട്ട് ATMയിലോ ഇൻ ദ മണിയിലോ ഉള്ള ഓപ്ഷനിലെ നിങ്ങൾ ആദ്യം സെല്ല് ചെയ്യുകയും ഔട്ട് ഓഫ് ദ മണി കോളോ പുട്ടോ ഓപ്ഷനെ രണ്ടാമത് നിങ്ങൾ ബൈയും ചെയ്യുവാണെങ്കിൽ അതിനെ ക്രെഡിറ്റ് സ്പ്രെഡ് സ്ട്രാറ്റജി എന്ന് പറയുന്നു. അപ്പോൾ അത് മാക്സിമം പ്രോഫിറ്റ് എത്രയാണെന്ന് ഡിഫൈൻ ചെയ്യും. ഡെബിറ്റ് സ്പ്രെഡിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ മാക്സിമം ലോസ് എത്രയാണെന്ന് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഇതാണ് അതിൻ്റെ വ്യത്യാസം. ഇനിയാണ് നമ്മൾ മേജറായിട്ടുള്ള പോയിന്റ് കിടക്കാൻ പോകുന്നത്. എന്താണ് നമ്മളുടെ ഇവിടുത്തെ അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്? ഇത് കോമൺ ആയിട്ട് വർഷാവർഷങ്ങൾ കാലാകാലങ്ങളായിട്ട് എല്ലാ ട്രേഡേഴ്സും പ്രൊഫഷണൽ ട്രേഡേഴ്സ് യൂസ് ചെയ്യുന്ന ഡയറക്ഷണൽ സ്ട്രാറ്റജിയാണ്. ഇതൊരിക്കലും ഒരു നോൺ ഡയറക്ഷണൽ സ്ട്രാറ്റജി അല്ല. നമ്മുടെ വ്യൂവിൽ, നമ്മുടെ ടോട്ടൽ വ്യൂവിൽ നമുക്കൊരു വ്യൂ ഉണ്ടെങ്കിൽ, ആ ഒരു പർട്ടിക്കുലർ സ്റ്റോക്കിനെ പറ്റിയോ ഇൻഡെക്സിനെ പറ്റിയോ നമുക്കൊരു വ്യൂ ഉണ്ടെങ്കിൽ മാത്രം ചെയ്യേണ്ടുന്ന സ്ട്രാറ്റജിയാണ്. ദിസ് ഈസ് നോട്ട് നോൺ ഡയറക്ഷണൽ, ഇറ്റ് ഈസ് ഡയറക്ഷണൽ സ്ട്രാറ്റജി. ഡയറക്ഷണൽ എന്ന് പറയുന്നത് എയ്തർ അപ്പ് സൈഡ് ആവാം അല്ലെങ്കിൽ ഡൗൺ സൈഡ് ആകാം. സൈഡ് വേസിലേക്ക് ഉള്ള സ്ട്രാറ്റജി അല്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു സ്ട്രാറ്റജിയിൽ നോക്കൂ, മാക്സിമം പ്രോഫിറ്റും ഡിഫൈൻഡ് ആണ്. 10,000 rupees മാക്സിമം പ്രോഫിറ്റ്. ലോസ് എത്രയാണ്? 5,000. ദാറ്റ് ഈസ് ഓൾമോസ്റ്റ് 1:2 ആണ് റേഷ്യോ. കറക്റ്റായിട്ട് 1:2 റേഷ്യോ. ദിസ് ഈസ് സ്പ്രെഡ് റേഷ്യോ, 1:2 റേഷ്യോ. പക്ഷെ നമ്മൾക്ക് ഈ ഒരു എലമെൻറ്റ് ഇങ്ങനെ ഇരുന്നാൽ പോരാ. നമുക്ക് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് നമുക്ക് ഇതിനെ എന്ത് ചെയ്യണം? ഇതിനെ കുറച്ചും കൂടി എന്താ പറയുക, നമ്മുടെ സേഫ് സൈഡിലേക്ക് നമുക്ക് കൊണ്ടെത്തിക്കണം എന്ന് വെച്ചാൽ അപ്പോൾ എന്ത് ചെയ്യും? നമുക്ക് ലോസ് എന്താ പറയുക, ഇത്രയും ലോസും പറ്റില്ല, എന്നാൽ പ്രോഫിറ്റ് കൂടുതലും വേണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? സിമ്പിളായിട്ട് ഇപ്പോൾ നമ്മളൊരു സ്ട്രാറ്റജി ഇവിടെ ഡിഫൈൻ ചെയ്തു. നോക്കൂ, ഞാൻ ഒന്നും ചെയ്തില്ല, ആ സ്ട്രാറ്റജിയിൽ ഒന്നുമേ ചെയ്തില്ല. സിമ്പിളായിട്ട് സെല്ല് ലെഗിനെ നമ്മൾ എന്ത് ചെയ്തു? ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്തു. ഒന്ന് ഡബിളാക്കി കൊടുത്തു. ഏതാണ്? കോൾ സൈഡിൽ ഒരു ലെഗും പുട്ട് സൈഡിൽ നമ്മൾ സെല്ല് ചെയ്തതിനെ എന്ത് ചെയ്തു? നമ്മൾ 2 ലെഗ് സെല്ല് ചെയ്യേണ്ടി വന്നു. അത്രയേ ഉള്ളൂ. ഇപ്പം നോക്കൂ, ഇതിൻ്റെ വ്യത്യാസം നോക്കൂ. ഇതിൻ്റെ വ്യത്യാസം എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ചേഞ്ച് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. എന്താണ്? നോക്കൂ, പേ ഓഫ് ഗ്രാഫിൽ തന്നെ നോക്കൂ. ഇതിനാണ് ഡബിൾ ബാരൽ സ്ട്രാറ്റജി. ഇതാ ഇവിടെ തോക്കിൻ്റെ പാത്തി ഇവിടെ കാണാം നിങ്ങൾക്ക്, കണ്ടോ? തോക്കിൻ്റെ മറ്റേ കാഞ്ചിയുടെ ഭാഗം നിങ്ങൾക്ക് ഇവിടെ കാണാം. തോക്ക് ഇങ്ങനെ നീണ്ടിരിക്കുന്നു, കണ്ടോ? ആനയൊക്കെ വെടിവെക്കാൻ പറ്റിയ ഡബിൾ ബാരൽ സ്ട്രാറ്റജി. ദിസ് ഈസ് കോൾഡ് ഡബിൾ ബാരൽ സ്ട്രാറ്റജി. ആ ഒരു ഡബിൾ ബാരലിന് പേര് കൊടുക്കാൻ കാരണം സ്വയം കൃതാനന്ദം കൊടുത്ത പേരാണ്. നിങ്ങൾ അല്ലാണ്ട് വേറെ നല്ലൊരു പേര് ഇതിനെ എനിക്ക് എന്താ പറയുക ഡിഫൈൻ ചെയ്യാൻ പറ്റിയില്ല. സോ ഞാൻ തന്നെ കൊടുത്ത പേരാണ് ഡബിൾ ബാരൽ സ്ട്രാറ്റജി. ഓക്കെ, നിങ്ങൾക്ക് എഴുതി വെക്കാം. അത് ബേസ്ഡ് ഓൺ ദി പേ ഓഫ് ഗ്രാഫ്. ഈ ഇമേജ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ആ ഒരു ഞാൻ പറഞ്ഞ ആ ഒരു ഗണ്ണിൻ്റെ ഫിഗർ നമുക്ക് വരും. നമ്മുടെ ഡബിൾ ബാരൽ ഇവിടെ ചേർത്ത് വെച്ചിട്ട് നമുക്കിങ്ങനെ വെടിവെക്കാൻ പറ്റുന്ന ഒരു ഡബിൾ ബാരൽ സ്ട്രാറ്റജി. ഇവിടെ അതിൻ്റെ നമ്മൾ ഷോൾഡറിൽ വെക്കുന്ന പോയിൻ്റ്, ദിസ് ഈസ് അവർ പേ ഓഫ് ഗ്രാഫ്. ഇതെന്താ സൂചിപ്പിക്കുന്നത്? ഇനി അടുത്ത പോയിന്റിലേക്ക് കിടക്കാം. ഇതിൻ്റെ സൂചന എന്താണ് നൽകുന്നത്? പ്രൈസ്, നമ്മുടെ വ്യൂ എന്താണ്? ബുള്ളിഷാണ്.
ഓക്കെ, നമ്മുടെ വ്യൂ ബുള്ളിഷ് ആണ്. ഒരു പക്ഷേ ഇനി ബെയറിഷിലേക്ക് പോയാലോ, നേരത്തെ 5,000 സംതിങ് ആയിരുന്നു നമ്മുടെ ലോസ്. ഇപ്പോൾ നോക്കൂ, മാക്സിമം ലോസ് എത്രയാണ്? 3,600. ലോസിൻ്റെ അളവ് കുറഞ്ഞു. എന്നാൽ പ്രോഫിറ്റ് നോക്കൂ, പ്രോഫിറ്റ് 12,600. ഐ മീൻ നമ്മുടെ ക്യാപിറ്റൽ റിക്വയർമെൻറ്റും ഓബ്വിയസ്ലി കുറച്ച് കൂടിയിട്ടുണ്ട്. നിയർലി 2 lakhs ക്യാപിറ്റൽ വേണ്ടി വന്നു. ബിക്കോസ് ഈ എക്സ്പയറിയും തൊട്ടടുത്തുള്ള എക്സ്പയറി ആയതുകൊണ്ടാണ്. ഇതേ സ്ട്രാറ്റജി നമ്മൾ ഇപ്പോൾ 20th January കിടക്കുന്നു, അതിന് പകരം നിങ്ങൾ ജനുവരി എൻഡിൻ്റെ ലെഗുകൾ നിങ്ങൾ ചെയ്യൂ. അതേ വീക്കിലേക്ക് വേണ്ടി ചെയ്യൂ. അതല്ല എന്നുണ്ടെങ്കിൽ അതിനടുത്ത വീക്കിലേക്കുള്ളത് ചെയ്യൂ. ഒരു കുഴപ്പമില്ല. നിങ്ങൾ ഏത് വീക്ക് എടുക്കുന്നുവോ, ഇത് ഒന്നും വിഷയമില്ല. കഴിയുന്നതും ലെങ്തിയസ്റ്റ് ഇത് എടുക്കാൻ നോക്കുക. ഒരു 4 സ്ട്രാറ്റജി അല്ലെങ്കിൽ 3 വീക്ക് മാറ്റിയിട്ടുള്ള എക്സ്പയറി എടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി സേഫായിട്ട് നമുക്കതിനെ ഹാൻഡിൽ ചെയ്തിരിക്കും. ഇനി അഥവാ ആകെ എന്താ പറയുക 2 ദിവസമേ ഉള്ളൂ എക്സ്പയറിക്കുള്ള, ഒരു എക്സ്പയറി തന്നെ നിങ്ങൾ എടുത്താലും നിങ്ങളുടെ മാക്സിമം പ്രോഫിറ്റ് മാക്സിമം പ്രോഫിറ്റും ഡിഫൈൻ ചെയ്തു. 6.5% നിങ്ങൾക്ക് മാക്സിമം പ്രോഫിറ്റ് ഡിഫൈൻ ചെയ്തു. മാക്സിമം ലോസ് എത്രയാണ്? only 3,000 rupees, 3,600 rupees നെറ്റ് ക്രെഡിറ്റ്. ഇവിടെ അൺലിമിറ്റഡ് എന്ന് കാണിക്കും, അതിൻ്റെ ആവശ്യമേ ഇല്ല. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്കറിയാം. സോ നോക്കൂ, ഇത് താഴ്ന്ന് എത്ര പോയിൻ്റ് അതൊക്കെ 2% ഇതിങ്ങനെ വരുന്നു. പക്ഷേ ടോട്ടൽ നെറ്റ് ക്രെഡിറ്റ് എത്രയാണ്? 3,600 is the maximum loss. അതും എന്താ പറയുക, അതൊക്കെ പോകാമെന്ന് പറയുന്നത് അതും മാക്സിമം ആണ്. അറ്റ് ദി ലാസ്റ്റ് മൊമെൻറ്റ് ഓഫ് ദി എക്സ്പയറി വരെ നിങ്ങൾ ഹോൾഡ് ചെയ്താൽ സംഭവിക്കാവുന്ന ലോസിൻ്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, സോ നമ്മൾ ഒരു പുതിയ സ്ട്രാറ്റജി ഇവിടെ ബിൽഡ് ചെയ്യാൻ പോവാണ്. നോക്കാം നമ്മുടെ വ്യൂ ഓവർ 1 വീക്ക് വ്യൂ എന്താണെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. 1 വ്യൂക്ക് നമ്മൾ ഡബിൾ ബാരൽ സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാൻ പോവാണ്. നമ്മൾ നിൽക്കുന്ന ഈ ഒരു ഡേറ്റ് ഞാനിപ്പോൾ ഡേറ്റ് ആയിട്ട് പറയുന്നില്ല, നിങ്ങളുടെ ആ ചാർട്ട് നോക്കിയാൽ മതി. നമുക്കൊരു ബുള്ളിഷ് വ്യൂ കിട്ടി. അതേ വ്യൂ ആണ് നമ്മളുടെ വ്യൂ കറക്റ്റ് ആയിരുന്നുവെങ്കിൽ നമുക്ക് എന്ത് വരെ നമുക്ക് പ്രോഫിറ്റബിലിറ്റിയിലേക്ക് വരാമെന്നുള്ളത് നമുക്ക് നോക്കാം. കാരണം ഇത് ഫ്യൂച്ചറിലേക്കും നമ്മൾ ഡേറ്റ് പറഞ്ഞു കൊടുക്കുമ്പോൾ ഫ്യൂച്ചറിൽ ഒരാൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ 1 വർഷമോ 2 വർഷമോ കഴിഞ്ഞ് കാണുന്നവർക്ക് ഈ ഒരു ഡേറ്റ് കൺഫ്യൂഷൻ കാരണം, ഡേറ്റ് പറയുന്നത് കാരണം അവർക്ക് എന്താ പറയുക വീഡിയോ കാണാനോ അല്ലെങ്കിൽ ഇത് സംഭവം അടിസ്ഥാനം ഒന്ന് തന്നെയാണ്, പക്ഷേ ഡേറ്റിൻ്റെ കൺഫ്യൂഷൻ കാരണം ദേ വോണ്ട് ട്രൈ ടു സ്റ്റഡി ദ സ്ട്രാറ്റജി. ഓക്കെ, സോ അപ്പോൾ ഈ ഒരു പീരീഡിൽ നിന്ന് ഒരു 1 വീക്ക് 1, 2, 3, 4, 5 ദിവസത്തെ കറക്റ്റായിട്ടുള്ള ഒരു ഇത് വന്നു. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ഈ ഒരു സ്ട്രാറ്റജി നമ്മൾ ബിൽഡ് ചെയ്താൽ എങ്ങനെ ഇരിക്കും നമുക്ക് നോക്കാം. ബാങ്ക് നിഫ്റ്റിയിലാണ്. ഓക്കെ, 12th January. ഓക്കെ, ദാറ്റ്സ് കറക്റ്റ്. നമുക്ക് ഡേറ്റ് ഇയർ ഞാൻ പറയുന്നില്ല. 12th January നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം എന്താ വേണ്ടത്? 12th January എവിടെയാണെന്ന് നോക്കുക. അപ്പോൾ 12th January 9:30 നമുക്ക് സെറ്റ് ചെയ്യാം. 9:30 12th January 9:30 നമ്മൾ സെറ്റ് ചെയ്തു. 12th അപ്പോൾ നമ്മുടെ വ്യൂ എന്താണ്? ബുള്ളിഷ് ആണ്. അപ്പോൾ നമ്മൾ എന്താ വേണ്ടത്? നമ്മുടെ സ്ട്രാറ്റജിയുടെ പേരെന്താണ്? ബുൾ കോൾ സ്പ്രെഡ് ആണ്. ഓക്കെ, ബുൾ കോൾ സ്പ്രെഡ്. പക്ഷേ അത് നമ്മൾ എന്താ പറയുക ട്രഡീഷണൽ സ്ട്രാറ്റജി, അതിൽ നിന്ന് നമ്മൾ വ്യത്യസ്തമായ രീതിയിൽ ഒരു ചെറിയ ചേഞ്ചസ് മാത്രം ഇവിടെ വരുത്തുന്നു. നല്ല ശ്രദ്ധിക്കുക ഈ പോയിന്റ്, ഇവിടെയാണ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. നമ്മൾ എന്ത് ചെയ്യുന്നു? നിങ്ങളിപ്പോൾ ATM നിന്ന് തന്നെ എടുക്കണമെന്ന് ഒരു നിർബന്ധമില്ല. ATM one step in the money, one step out of the money, one step in the money. കുറച്ച് പ്രീമിയം ഇപ്പോൾ 128 ഇവിടെ ഉണ്ട് അല്ലേ, അത് കഴിഞ്ഞിട്ട് 50, അത് 90. ഇവിടെ 2 പ്രീമിയംസ് നിങ്ങൾ ശ്രദ്ധിക്കൂ. ഒന്ന് ഔട്ട് ഓഫ് ദ മണിയിൽ 50 രൂപ പ്രീമിയത്തിൽ ഒന്നുണ്ട്, ഇനി ഒന്ന് 98 രൂപ പ്രീമിയത്തിൽ ഒന്നുണ്ട്. അപ്പോൾ അതിന് ഓൾമോസ്റ്റ് അതെന്താണ് അതിൻ്റെ വാല്യൂ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഞാൻ ഈ 25,550 എന്ന് പറയുന്ന സ്ട്രൈക്ക് ഞാൻ ബൈ ചെയ്തു. ഒരു ലെഗ് ഞാൻ ബൈ ചെയ്തു. കോൾ സൈഡിൽ ഞാൻ ഒരു ലെഗ് ബൈ ചെയ്തു. എന്നിട്ട് അതിൻ്റെ ഓൾമോസ്റ്റ് 50% എന്ന് പറയുമ്പോൾ എത്ര വരും? കറക്റ്റായിട്ട് 49 പോയിൻറ്റ് സംതിങ് വരും. നമുക്ക് ആ 49 പോയിൻ്റ് ഇല്ല, പകരം 50 റുപ്പീസിൻ്റെ ഒരു ലെഗ് കാണുന്നുണ്ട്, പകുതി. സോ ആ ഒരു ലെഗിന് നമ്മൾ എന്ത് ചെയ്തു? അതേ കോൾ ഓപ്ഷൻ്റെ തന്നെ നമ്മളൊരു ലെഗ് ആ ഒരു 50 റുപ്പീസ് വരുന്ന പ്രീമിയം, ആ ബൈ ചെയ്ത പ്രീമിയം എത്രയാണ്? 98 രൂപ. സെൽ ചെയ്യാൻ പോകുന്ന എത്ര? അതിൻ്റെ പകുതിയോളം വരുന്നത് ഏതാണ്ട് 50 റുപ്പീസിലാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്, റീസണബിൾ ആയിട്ടുള്ളത്. അത് എന്ത് ചെയ്തു? ഒരു ലെഗ് സെല്ല് ചെയ്തു.
ഇനി എന്താ വേണ്ടത്? ആ ഒരു ലെഗിന് പകരം നമ്മൾ സെല്ലിംഗ് ലെഗ് ഒന്നും കൂടി ഡബിൾ കൊടുക്കുക. ഡബിൾ ബാരൽ സ്ട്രാറ്റജിയാണ്. അതുകൊണ്ട് നമ്മൾ ഡബിൾ ആക്കി കൊടുക്കുന്നു. എന്തിന് ഡബിൾ ആക്കി കൊടുക്കുന്നു? നമ്മൾ സെല്ല് ചെയ്യാൻ ഉദ്ദേശിച്ചതിന് നമ്മൾ ഡബിൾ ആക്കി കൊടുക്കുന്നു. അപ്പോൾ മൊത്തം 3 ലെഗുകൾ ഇവിടെ വേണ്ടി വന്നു. ഒരു ബൈ, 2 സെല്ല്. ബൈ ലെഗിൻ്റെ പകുതിയോളം വരുന്ന പ്രീമിയം രണ്ടും ഒരേ സൈഡ് ആയിരിക്കണം. നമ്മുടെ ബുള്ളിഷ് ആണെങ്കിൽ കോൾ സൈഡ്, ബിയറിഷ് ആണെങ്കിൽ പുട്ട് സൈഡ്. ഇത് ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾ ഈ ബുൾ സ്പ്രെഡ്, പുട്ട് സ്പ്രെഡിൻ്റെ കഥയെ നിങ്ങൾ മറന്നേക്കൂ. മനസ്സിൽ നിന്ന് കംപ്ലീറ്റ് മായ്ച്ചേക്കൂ. സ്ട്രാറ്റജിയെ പറ്റി ചിന്തിക്കൂ. സ്ട്രാറ്റജി എന്താണ്? സിമ്പിൾ. നമ്മൾ നമ്മുടെ വ്യൂ ബുള്ളിഷ് ആണെങ്കിൽ നമ്മൾ കോൾ സൈഡ്, ബിയറിഷ് ആണെങ്കിൽ നമ്മൾ പുട്ട് സൈഡ്. ഇത്രയും എളുപ്പമാണല്ലോ. നിങ്ങൾ കോൾ പുട്ടും ബൈ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ ഈ കാര്യം നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാകും. മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നു തോന്നുകയാണെങ്കിൽ കോൾ ബൈ ചെയ്യുന്നവരുണ്ടാവും. മാർക്കറ്റ് താഴ്പോട്ടേക്ക് പോകുന്നവരുണ്ടെങ്കിൽ പുട്ട് ബൈ ചെയ്യുന്നവരുണ്ടാവും. അതേമാതിരി ഈ ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാൻ നിങ്ങൾ ഇത്ര മാത്രം ചിന്തിച്ചാൽ മതി. മാർക്കറ്റ് നിങ്ങളുടെ വ്യൂ മുകളിലേക്കാണ് നിങ്ങളുടെ ചിന്തയെങ്കിൽ, നിങ്ങൾ മുകളിലേക്ക് പോകുന്നു എന്നാണ് നിങ്ങളുടെ തോട്ടെങ്കിൽ, നിങ്ങൾ എന്ത് ചെയ്യുക? കോളിലെ ഒരു സ്ട്രൈക്ക്, ഏത് സ്ട്രൈക്കോ, ATM ഇൻ ദ മണിയോ ഏതാണെന്ന് വെച്ചാൽ, ഇൻ ദ മണി അല്ലെങ്കിൽ ATM, നോട്ട് ഔട്ട് ഓഫ് ദ മണി. അതാണ് ഇതിൻ്റെ ഒരു ആകെ മനസ്സിലാക്കേണ്ടത്. ഇൻ ദ മണിയോ അല്ലെങ്കിൽ അറ്റ് ദ മണിയോ ഏതെങ്കിലും ഒരു ലെഗ് ബൈ ചെയ്യുക ആദ്യം. എന്നിട്ട് അതേ കോൾ ഓപ്ഷനിൽ തന്നെ നിങ്ങൾ ബൈ ചെയ്ത ലെഗിൻ്റെ വില 100 രൂപയാണ് ഞാനിപ്പോൾ കണ്ടത്, അല്ലെ 98 അല്ലെ 100 രൂപ. അത് ഇപ്പോൾ 120 രൂപയാണെങ്കിൽ ഏതാണ്ട് 60 രൂപയോളം അടുപ്പിച്ച് 55 രൂപയോ 60, 62 രൂപയോ 65 രൂപയ്ക്കോ അകത്ത് വരുന്ന ഇനിയൊരു കോൾ ലെഗിനെ എന്ത് ചെയ്യുക? സെല്ല് ചെയ്യുക. കറക്റ്റായിട്ട് കോള് തന്നെയാണ് നമ്മൾ ഉദ്ദേശിച്ചത്. രണ്ടും കോള്. വ്യൂ ബുള്ളിഷ് ആണെങ്കിൽ ഒരു കോള് ബൈ ചെയ്യുക, 2 കോളിൽ സെല്ല് ചെയ്യുക. ഇതാണ് സ്ട്രാറ്റജി. വ്യൂ ബെയറിഷ് ആണെങ്കിൽ ഒരു പുട്ട് ബൈ ചെയ്യുക, 2 പുട്ട് സെല്ല് ചെയ്യുക. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ പുട്ട് ആദ്യം എന്താ പറയുക, ബൈ ചെയ്യുന്ന പുട്ടിൻ്റെ വില എത്രയാണോ അതിൻ്റെ പകുതിയോളം വില വരുന്ന ഒരു സെല്ല് പുട്ടിൻ്റെ 2 ക്വാണ്ടിറ്റി സെല്ല് ചെയ്യുക. ഇത്രയേ ഉള്ളൂ വ്യത്യാസം. സോ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. സോ ഇപ്പോൾ നമ്മുടെ സ്ട്രാറ്റജി ഇതാ വീണ്ടും ഡബിൾ ബാരലായി. കണ്ടോ? സ്ട്രോങ് ഡബിൾ ബാരലായി. ഇനി എന്താ ഇതിന് സംഭവിക്കാൻ നോക്കാം. നമ്മുടെ വ്യൂ ബുള്ളിഷ് ആയിരുന്നു. 1 വീക്കിലെ സ്ട്രാറ്റജിയാണ് കേട്ടോ. 1 വീക്കിലത്തേക്ക് ബുള്ളിഷ് ആയിരുന്നു. നമ്മൾ 12th ജാനുവരിയിൽ സ്റ്റാർട്ട് ചെയ്തു. നമുക്ക് 20th ഇതിലൊരു ചെറിയ മിസ്റ്റേക്ക് എനിക്ക് പറ്റിപ്പോയി. സിമുലേറ്റർ എടുത്തത് നമുക്ക് ഇപ്പോൾ 12th ജാനുവരി കഴിഞ്ഞ് 13th തൊട്ടടുത്ത ദിവസം എക്സ്പയർ ചെയ്യണം. സോ നമുക്ക് ഈ സ്ട്രാറ്റജി എന്താ ചെയ്യുക? ഒരേ ഒരു ക്ലാരിറ്റി വരുത്തുക. ഈ ഒരു നമുക്ക് ഞാൻ ഈ മാസം അവസാനത്തെ 27th എക്സ്പയർ ഞാൻ എടുത്തു. ഓക്കെ, 27th എക്സ്പയർ എടുത്തു. സെയിം തിങ്. അവിടെ വേറെ മാറ്റങ്ങളൊന്നും വരുത്താൻ പോകുന്നില്ല. വിലയിലുള്ള വ്യത്യാസം അതൊന്നും നമുക്ക് വലിയ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റിൽ വലിയ മാറ്റങ്ങൾ വരാൻ പോകുന്നില്ല. ഇവിടെ ഇപ്പോൾ എത്രയാണ് നോക്കൂ 282 ആണെങ്കിൽ അതിൻ്റെ ഡിവൈഡഡ് ബൈ 282 ഡിവൈഡഡ് ബൈ 2 140. അപ്പോൾ നിയർലി 140 to 150 റേഞ്ച്. 140ക്കോട് അടുപ്പിച്ചിട്ടുള്ളത് ഒരു 240യുടെ ഒരു ലെഗ് നിങ്ങൾ ബൈ ചെയ്യുകയാണ്. കോൾ സൈഡ് ബൈ ചെയ്യുകയാണെങ്കിൽ 141 അറൗണ്ട് 141 നിൽക്കുന്നു. അപ്പോൾ അതിനോടനുബന്ധിച്ച് നിൽക്കുന്ന സ്ട്രൈക്ക് ഏതാണെന്ന് നോക്കൂ. 137 ഒന്നുണ്ട്. വെറും 3 രൂപയുടെ വ്യത്യാസമേ ഉള്ളൂ. ഓൾമോസ്റ്റ് 4 രൂപയുടെ വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ ദിസ് ഈസ് ദി ആപ്റ്റ് ലെഗ്. ഇതെന്ത് ചെയ്യുക? ഇത് സെല്ല് കൊടുക്കുക. എത്ര എണ്ണം? 2 ലോട്ട് സെല്ല് കൊടുക്കുക. അത്രയേ ഉള്ളൂ ചേഞ്ച്. സെയിം ഡബിൾ ബാരൽ സാധനം റെഡിയായി. ഇവിടെ നോക്കൂ, നമ്മുടെ ടോട്ടൽ ലോസ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഈ സ്ട്രാറ്റജി എൻഡ് വരെ കൊണ്ടുപോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ലോസ് സംഭവിക്കാൻ പോകുന്നു. ഒരു 520 രൂപ. ശ്രദ്ധിച്ചു നോക്കൂ. നമ്മളുടെ ക്യാപിറ്റൽ എത്രയാണ്? ഏതാണ്ട് 2.25 ലക്ഷം രൂപ ക്യാപിറ്റൽ വേണം. അത് നിർബന്ധമാണ്. പക്ഷെ നമുക്ക് ലോസിൻ്റെ അളവ് നമുക്ക് ക്രമാതീതമായിട്ട് നമുക്ക് കുറയ്ക്കാൻ പറ്റും. ദാറ്റ്സ് 1 പോയിന്റ്. ഇനി ഇങ്ങടേക്ക് വന്നാലോ നമ്മുടെ വ്യൂ മുകളിലേക്കാണ്. നിങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ വ്യൂ മുകളിലേക്കാണ്. നമുക്ക് ഓപ്പോസിറ്റ് വരേണ്ട സൈഡ് അപ്പോൾ ഏതായിരിക്കും? താഴ്പോട്ടേക്കാണല്ലോ. എപ്പോഴും നമുക്ക് പറ്റുന്ന അബദ്ധമാണ്. നമ്മൾ താഴ്പോട്ടേക്ക് ഉദ്ദേശിച്ച് ഇറങ്ങുന്നു, മാർക്കറ്റ് മേളിലേക്ക് കയറി പോകുന്നു. നമ്മൾ മേൽപോട്ടേക്ക് ഉദ്ദേശിച്ച് ഇറങ്ങുന്നു, താഴ്പോട്ടേക്ക് ഇറങ്ങി പോകുന്നു. താഴ്പോട്ടേക്ക് ഇറങ്ങി വന്നാൽ എത്രയാണ് നോക്കൂ. ഇനി താഴ്പോട്ടേക്ക് ഒരു 5000 പോയിന്റ് അങ്ങോട്ട് പോട്ടെ, എന്നാലും നിങ്ങളുടെ ലോസ് എത്രയാണ്? 520 രൂപ.
എത്ര സിമ്പിൾ മുകളിലേക്കാണെങ്കിൽ നിങ്ങൾക്ക് കയറി ഇവിടെ എത്തിയാൽ മതി. നിങ്ങളുടെ പ്രോഫിറ്റ് 18,000 രൂപ, മാക്സിമം പ്രോഫിറ്റ് 18,000. ദാറ്റ് ഈസ് ഓൺ ദി എക്സ്പയറി ഡേ. നമ്മൾ അതുവരെ ഒന്നും ഹോൾഡ് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് പ്രൈസ് കുറച്ച് എത്ര പെർസെൻറ്റേജാണ് ഇവിടെ ഇപ്പം നിൽക്കുന്നത്, ഇവിടെയാണ് സ്പോട്ട് നിൽക്കുന്നത്, ഇവിടെയാണ്. ഇവിടെ നിന്ന് ഇതുവരെ വന്നാൽ തന്നെ ഏതാണ്ട് 1.27% എന്താ പറയുക, ഒരു 3-4 ദിവസത്തിനുള്ളിൽ എത്തുമ്പോൾ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് നമുക്ക് എത്ര പെർസെൻറ്റേജ് നമുക്ക് പ്രോഫിറ്റ് വരാൻ സാധിക്കും. 18 ഒന്നും വേണ്ട, നമുക്കൊരു 5,000 6,000 വന്നാൽ തന്നെ പോട്ടെ. റീസണബിളി എത്ര വരും നമുക്ക് നോക്കാം, എന്നിട്ട് നമുക്ക് ആലോചിക്കാം പിന്നെ വേണോ എത്ര വരെ വരണം നോക്കാം, നോക്കിയിട്ട് നമുക്ക് പിന്നെ തീരുമാനിക്കാം. നമുക്കിവിടെ ഫസ്റ്റ് ഓരോ 2 hours വേഗത്തിൽ നമുക്ക് പോകാം. ഒരു വീക്കല്ലേ, നമുക്ക് 20 ജാനുവരിയാണ് നമ്മുടെ ലക്ഷ്യം എന്ന് നിങ്ങൾ മനസ്സിൽ വെച്ചാരണം. നമ്മൾ സ്ട്രാറ്റജി എടുത്തത് 27th ആണെങ്കിലും നമ്മൾ അതിനുള്ളിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടുമോ ഇല്ലയോ നമുക്ക് നോക്കണം, അതും കൂടെ ശ്രദ്ധിക്കുക. ഓക്കെ, ഇന്ന് നിൽക്കുന്നത് 12th ജാനുവരിയിലാണ്. അപ്പോൾ ഇനി 8 days ഉണ്ട്. അതിനുള്ളിൽ എന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. നോക്കൂ, ഇപ്പോൾ ലോസിൽ നിൽക്കുന്നു, ഇതാ വീണ്ടും പ്രോഫിറ്റിൽ വന്നു. 16th ജാനുവരി ആയി, ഇപ്പോഴും നിൽക്കുന്നു 2,000 rupees പ്രോഫിറ്റ്. 16th ജാനുവരി സമയം നമ്മൾ കുറച്ച് ഫാസ്റ്റായിട്ട് വന്നു കളഞ്ഞു കേട്ടോ. അതാ നമുക്ക് കുറച്ച് ഫാസ്റ്റായിട്ട് പോയതുകൊണ്ട് നമുക്ക് ഒന്നും ശ്രദ്ധിക്കാൻ പറ്റിയില്ല. നമുക്കൊന്ന് സ്ലോ ആയി പുറകിലേക്ക് വന്ന് നോക്കാം, എന്തായിരിക്കും സംഭവിക്കുന്നത് നോക്കാം. ഓക്കെ, മെല്ലെ വരാം. മൈനസ് പ്ലസ് ഇത് വീണ്ടും 12th വന്നു. ഇത് ഒന്ന് നമുക്ക് 30 minutes വേഗതയിൽ നമുക്ക് മുന്നോട്ട് നീക്കാം. നല്ല ശ്രദ്ധിക്കുക, ഓരോ പോയിന്റും നമ്മൾ 600 വീണ്ടും ലോസിലേക്ക് പോയി, വീണ്ടും ഇപ്പോൾ പ്രോഫിറ്റിൽ നിൽക്കുന്നു. 1,500 പ്രോഫിറ്റ്, 1,700, 1,600, 1,800. താഴോട്ട് പോയാൽ നമുക്ക് എത്ര പോയാലും ലോസ് എത്രയാണ്? 520 രൂപ മാക്സിമം ലോസ്. ഓക്കെ, മുകളിലേക്ക് വരുന്നു 720. 2,000 rupees പ്രോഫിറ്റ്. നമുക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ 2,000 ഏതാണ്ട് 1.2% നമുക്ക് പ്രോഫിറ്റ്. സോ ഇത് എപ്പോഴാണ് തീയതി? 16th ജാനുവരിയിലാണ്. 16th ജാനുവരി നമുക്ക് അറൗണ്ട് 1.2% നമ്മുടെ പ്രോഫിറ്റ്. സോ ദിസ് ഈസ് ഹൗ ഇറ്റ് വർക്ക്സ്. ഇനി അടുത്ത ഇതേ സ്ട്രാറ്റജി തന്നെ നമുക്ക് 27th വരെ പോയാൽ എത്ര ലോസ് വരും നോക്കാം. നമുക്ക് 27th വരെ പോയാൽ വീണ്ടും ഇതിങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇപ്പോൾ 2,300 പ്രോഫിറ്റ് വന്നു. 1 minute, 16th കഴിഞ്ഞു. വൈ ബിക്കോസ് 27th അല്ലേ നമ്മളെടുത്തത്. ഓക്കെ, 27th 16th നോക്കൂ, നെറ്റ് ക്രെഡിറ്റ് നോക്കൂ, നമുക്ക് 2,300 rupees പ്രോഫിറ്റ്. ഓക്കെ, ഇങ്ങനെയാണ് ഈ സ്ട്രാറ്റജി മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഇതിനിപ്പോൾ അടുത്ത ഇതിലേക്ക് ബിക്കോസ് നമ്മളിപ്പോൾ എടുത്ത സ്ട്രാറ്റജിയുടെ ഇത് മൂവ് ചെയ്യാൻ പറ്റാത്ത വേറൊന്നുമല്ല. ഇതിപ്പോൾ സിമുലേറ്ററിൽ ഇതിപ്പോൾ ലൈവ് മാർക്കറ്റ് 27th എന്ന് പറഞ്ഞ തീയതി വന്നിട്ടില്ല, അതുകൊണ്ടാണ് ഇതിപ്പോൾ ഇവിടെ സ്റ്റോപ്പായി നിൽക്കുന്നത്. നമുക്ക് പ്രീവിയസ്ലി ഒരു ഇതെടുത്ത് വെച്ച് നോക്കാം കേട്ടോ. ഇനി ഒരു ഡേറ്റ് എടുത്ത് വെച്ച് നോക്കാം. നമ്മുടെ വ്യൂ ബുള്ളിഷ് ആയിക്കോ, ഇപ്പോൾ ബുള്ളിഷിൽ വരാൻ സാധ്യത, അല്ലെങ്കിൽ ബെയറിഷ്, ഇത് ഏത് ദിവസമാണ്? നമുക്ക് ബെയറിഷ് സ്ട്രാറ്റജി ഒന്ന് നോക്കാം. ഓക്കെ, അത് ഒരു കുറച്ച് ലെങ്തി ആയിട്ട് നോക്കിയിട്ട് വരാം. ഡിസംബറിൽ നമുക്ക് നോക്കാം. ഓക്കെ, 30th ഡിസംബറിൽ നമുക്ക് ഇതേ സ്ട്രാറ്റജി നമുക്ക് ബിൽഡ് ചെയ്ത് നോക്കാം, എങ്ങനെ വരും നോക്കാം. ഓക്കെ, സോ അതാണ് ഞാൻ നോക്കുന്നത്. ഇപ്പോൾ ഇത് മുന്നോട്ട് പോകുന്നില്ല, ബിക്കോസ് ആ ഡേറ്റ് വന്നാലേ മുന്നോട്ട്, ഡേറ്റ് കഴിഞ്ഞിട്ടില്ലല്ലോ, നമ്മൾ ഹിസ്റ്റോറിക്കൽ ഡേറ്റ് നോക്കുന്നതിന് അതുകൊണ്ടാണ് നിൽക്കുന്നത്. അപ്പോൾ 30th ഡിസംബറിലാകുമ്പോൾ നമുക്ക് നോക്കാം. 30th ഡിസംബർ, അപ്പോൾ 31st. സോ 31st ഡിസംബറിൽ എടുത്തു കഴിഞ്ഞു. നമ്മളിപ്പോൾ ജനുവരി, ഇപ്പോൾ ഓൾമോസ്റ്റ് ജാനുവരി 13th തന്നെ എടുക്കാം. നമുക്ക് ജാനുവരി 13th, കാരണം അതാകുമ്പോൾ ക്ലോസ്ഡ് ആയത് ഫുള്ളായിട്ട് ജാനുവരി 13th വരെയുള്ളത് നമുക്ക് മൂവ് ചെയ്ത് നോക്കാൻ പറ്റും, ബിക്കോസ് ഇറ്റ് ഈസ് പാസ്റ്റ് ഡേറ്റ്.
അപ്പോൾ അവിടെ നിന്ന് നമുക്കിപ്പോൾ ഇതിൽ 13th ജാനുവരി ഇല്ല. ഞാൻ പറഞ്ഞു നമ്മളിപ്പോൾ ബുള്ളിഷാണ് നമ്മുടെ വ്യൂ എങ്കിൽ, ബുള്ളിഷാണ് വ്യൂ എങ്കിൽ നമുക്ക് എങ്ങനെ എന്തറിയാൻ പറ്റും, നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഇപ്പോൾ 195 ഒരു സ്ട്രാറ്റജി ഉണ്ട്, അത് ATMൽ തന്നെ അത് നിങ്ങൾ ബൈ ചെയ്യുകയാണെങ്കിൽ 195 ഡിവൈഡഡ് ബൈ 195 ഡിവൈഡഡ് ബൈ 2 എത്രയാ? 97 റുപ്പീസ്. 96 റുപ്പീസിന് ഇവിടെ എന്തുള്ളത്? ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിനെന്ത് ചെയ്യുക? സെല്ല് ചെയ്യുക, 2 ലെഗ് സെല്ല് ചെയ്യുക. സിമ്പിൾ സ്ട്രാറ്റജി. സെയിം ഡബിൾ ബാരലായി. നമ്മളുടെ വ്യൂവിന് എഗൻസ്റ്റ് ആയിട്ട് മാർക്കറ്റ് പോയാൽ നമുക്ക് എത്രയാണ് ലോസ്? നമുക്ക് മാക്സിമം 188 റുപ്പീസ് അല്ലെങ്കിൽ 200 റുപ്പീസ് ലോസ്. സിമ്പിൾ, അത്രയേ ഉള്ളൂ. ഇപ്പോൾ മുകളിലേക്ക് വന്നാലോ നമുക്ക് പ്രോഫിറ്റ്. നോക്കാം നമുക്ക് എങ്ങനെയാണ് സ്ട്രാറ്റജി എന്ന്. ജസ്റ്റ് നമുക്ക് ഓരോന്ന് മുന്നോട്ട് പോയി നോക്കാം. 15 മിനിറ്റ്സ്. ഇപ്പോൾ തന്നെ നമ്മൾ പ്രോഫിറ്റിൽ വന്നു കഴിഞ്ഞു. പ്രോഫിറ്റ് 1000 റുപ്പീസ്. 1000 നമുക്ക് 13th ജാനുവരി വരെയാണ് നമ്മുടെ എക്സ്പയറി നമ്മൾ വച്ചേക്കുന്നത്. സോ ഇപ്പോൾ തന്നെ നമുക്ക് വീണ്ടും ലോസിൽ പോയി വീണ്ടും പ്രോഫിറ്റിൽ വരുന്നു, മാറി മാറി വരുന്നത്. നമുക്ക് ലോസ് നോക്കും, മാക്സിമം ലോസ്. ഇപ്പോൾ ഇത് ഇൻ ബിറ്റ്വീനുള്ള സ്ട്രാറ്റജിയാണ് ഒക്കെ നമ്മൾ കാണിക്കുന്ന ലോസും ഇതും നിശ്ചയിച്ച് മുന്നോട്ട് പോകുന്നത്. അത് നോക്കൂ, ഇപ്പോൾ പ്രോഫിറ്റിൽ വരുന്നു, വീണ്ടും ലോസിൽ പോകുന്നു. പ്രോഫിറ്റ്, ലോസ്, പ്രോഫിറ്റ്, വീണ്ടും പ്രോഫിറ്റ്. പ്രോഫിറ്റ് 1,900, 2,000, 2,300, 2,200, 500, 500, 1,800, 1,500, 1,300, 1,500, വീണ്ടും വെറും 500, 600 ആ റേഞ്ചിലേക്കൊക്കെ വന്നു വീണ്ടും. കണ്ടോ, നമ്മൾ അറൗണ്ട് 2,500 പ്രോഫിറ്റ് വന്നതാണ് നമുക്ക്. പക്ഷേ അവിടെ നിന്ന് തിരിച്ച് നമ്മൾ ഫുൾ 13th വരെ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഇപ്പോൾ 9th ആയതേ ഉള്ളൂ. നമുക്ക് 13th വരെ നോക്കാം എന്താണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത പൈസ അവിടെ നിന്ന് അനങ്ങുന്നുണ്ടോ, നിങ്ങളുടെ കാശ് നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് പോകുന്നുണ്ടോ എന്ന് മാത്രം നിങ്ങൾ നോക്കുക. ഇതിനിടയ്ക്ക് ഓൾറെഡി 2,500 പ്രോഫിറ്റ് നമുക്ക് വരികയും ചെയ്തു. ഓക്കെ, സോ ഇപ്പോൾ നോക്കൂ, 9th ആയപ്പോഴേക്ക് മാർക്കറ്റ് ബെയറിഷ് ആയിക്കഴിഞ്ഞു. നല്ല ശ്രദ്ധിക്കണം. പ്രൈസ് മുകളിലേക്ക് പോയതിന് ശേഷം പിന്നെ പ്രൈസ് മുഴുവനും താഴ്പോട്ടേക്ക് വരികയാണ്. നല്ല ശക്തമായ രീതിയിൽ താഴ്പോട്ടേക്ക് വന്നു. അതാ ഈ സിമ്പിൾ കാണുന്നു. ഇവിടെ നിന്ന് ഇങ്ങറ്റം വരെ വന്നു. നമ്മുടെ ലോസ് നിൽക്കുന്നു നോക്കൂ, 250 രൂപയിൽ ലോസ് നിൽക്കുന്നു. ഈ സ്ട്രാറ്റജി എൻഡ് ഓഫ് ദ ഡേ ഫൈനൽ വരെ പോയാൽ എന്താ സംഭവിക്കുന്നത്? ഇപ്പോൾ 9th ഇതാണ് 12th ജാനുവരി. അപ്പോൾ 300 റുപ്പീസ്, 350, 370, 330, 123. അടുത്തതാ 13th ജാനുവരിയിലേക്ക് വരാൻ പോവാണ്. 143 റുപ്പീസ്, 182 റുപ്പീസ്, 253 റുപ്പീസ് പ്രോഫിറ്റ്. 13th ജാനുവരി വന്നു കഴിഞ്ഞു. നമ്മൾ ലോസ് എത്ര പോകും എന്നുള്ളതിൻ്റെ ഡെഫിനിഷനാണ് ഇവിടെ നോക്കുന്നത്. പ്രോഫിറ്റ് ഓൾറെഡി വന്നു കഴിഞ്ഞു. 2,500 ആൻഡ് എബോവ് നമുക്ക് പ്രോഫിറ്റ് എന്നോ കിട്ടിക്കഴിഞ്ഞു. അത് വേറെ കാര്യം. പക്ഷേ നമുക്ക് ഒരു പക്ഷേ നിങ്ങൾക്ക് വിശ്വാസം വരണമല്ലോ, ഈ സ്ട്രാറ്റജി നമ്മൾ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും മാക്സിമം ലോസ് എന്നുള്ളത് നമുക്ക് അറിയണ്ടേ. സോ ഗോയിങ് ഓൺ. മണി ഇപ്പോൾ എക്സ്പയറി ഡേറ്റ് അന്ന് 1:30 ആയി, 2:30 ആയി. മണി ഇപ്പോൾ 3:30 ആകാൻ പോകുന്നു. യെസ്, 3:23 ആയി, 3:24 ആയി, 3:25 ആയി. ഇതുവരെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. 3:25 ആയപ്പോൾ നിങ്ങൾ നോക്കൂ, ദ ഹോൾ ഡേയ്സ്, അറൗണ്ട് 15 ഡേയ്സ് നമ്മൾ ഈ ഒരു സ്ട്രാറ്റജിക്ക് വേണ്ടി ഹോൾഡ് ചെയ്ത് നമ്മുടെ ക്യാപിറ്റൽ. ഇതിനിടയ്ക്ക് നിങ്ങൾ അഥവാ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ മറന്നുപോയി എന്ന് ഇതിനെ വെച്ചോളൂ. നിങ്ങൾക്ക് ലോസ് എത്ര വന്നു? 195 രൂപ പ്ലസ് അഡീഷണലി കൂടിപ്പോയാൽ ഇനിയൊരു 100 രൂപയും കൂടെ വെച്ചോളൂ. ഓർഡറിൻ്റെ ചാർജ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്തോളൂ. ഒരു 300 രൂപ നിങ്ങൾക്ക് ലോസ്. നിങ്ങളുടെ പ്രോഫിറ്റ് ആണെങ്കിലോ 2,500 ആൻഡ് എബോ ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ തന്നെ നമുക്ക് അടുത്ത സ്ട്രാറ്റജി ഇതേമാതിരി വീണ്ടും നമുക്ക് ബിൽഡ് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകേണ്ട സമയം കഴിഞ്ഞു. ഇപ്പം തന്നെ ഈ ഒരു സ്ട്രാറ്റജിയിൽ 2 തവണ നമുക്ക് കുറഞ്ഞ പക്ഷം 2 തവണ നമുക്ക് പ്രോഫിറ്റ് എടുക്കാനുള്ള സൗകര്യം ഉണ്ടായി. ആവറേജ് ഈ പറഞ്ഞ 2,000-2,500 റേഞ്ചിൽ നമുക്ക് പ്രോഫിറ്റ് എടുക്കാനുള്ള സാധ്യതയും നമ്മുടെ കണ്ണുമുമ്പിൽ വന്നു പോയതാണ്. നല്ല പോയിന്റ് ശ്രദ്ധിക്കുക.
ഓക്കെ. പക്ഷേ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ നമ്മൾ എൻഡ് വരെ പോകുമ്പോൾ നിങ്ങൾക്ക് വിശ്വാസം വേണം. ഞാൻ ചുമ്മാ ഇവിടെ എഴുതി കാണിച്ചിരിക്കുന്നത് മാക്സിമം ലോസ് അൺഡിഫൈൻഡ് എന്ന് എഴുതി കാണിച്ചിരിക്കുന്നു. നിങ്ങൾ ചുമ്മാ പറ്റിക്കാൻ വേണ്ടി പറയുകയല്ലേ. വെറും നോക്കൂ, നെറ്റ് ക്രെഡിറ്റ് ഇവിടെ എത്രയാണ് കൊടുത്തിരിക്കുന്നത്, 188.5 റുപ്പീസ് നെറ്റ് ക്രെഡിറ്റ്. ഞാൻ പറഞ്ഞോ നെറ്റ് ക്രെഡിറ്റ് ഈ 188. ഇവിടുത്തെ ലോസ് നോക്കൂ, ഒരു 195 റുപ്പീസ്, ഒരു 7 രൂപയുടെ വ്യത്യാസം കാണിക്കുന്നു. ഇത് സ്വാഭാവികമായിട്ട് സിമുലേറ്റേഴ്സിൽ ഉണ്ടാകുന്ന കാര്യങ്ങളേ ഉള്ളൂ, അങ്ങോട്ടും ഇങ്ങോട്ടും ഇത്രയേ ഉള്ളൂ. ഇത് നിങ്ങൾ മനസ്സിലാക്കണം എന്നുള്ളതാണ്. അല്ലാതെ നമുക്ക് എത്ര ലാഭം ഉണ്ടാക്കാം എന്നുള്ളത് ആർക്ക് വേണമെങ്കിലും നമുക്ക് കാണിച്ചു തരാൻ പറ്റും. പക്ഷേ ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം ലോസ് നിങ്ങൾക്ക് പോയാൽ, ഒരു പക്ഷേ നിങ്ങളുടെ വ്യൂ തെറ്റിപ്പോയാൽ, ഈ ഒരു സ്ട്രാറ്റജിയുടെ പ്രത്യേകത ശ്രദ്ധിക്കണം. നമ്മൾ ഓൾറെഡി പ്രോഫിറ്റിൽ വന്നതാണ്. അതിനുശേഷം നമ്മൾ മാക്സിമം ലോസ് എത്ര വരെ പോകാമെന്നുള്ളതിനെ കൃത്യമായിട്ട് ഞാൻ ഡിഫൈൻ ചെയ്തു. 195 റുപ്പീസ് മാക്സിമം എക്സ്പയറി ഡേറ്റ്. അന്ന് അവസാനത്തെ 5 മിനിറ്റിന് മുന്നേ നമുക്ക് ഈ ഒരു സ്ട്രാറ്റജി നൽകിയിരിക്കുന്ന റിസൾട്ടാണ് 195 രൂപ ലോസ്. ഓക്കെ, അതിനർത്ഥം ഇത് നമ്മൾ ബിൽഡ് ചെയ്തതിന് ശേഷം ലോസ് ആയി എന്നാണ് അർത്ഥം. ഒരിക്കലുമല്ല, നമ്മൾ ഓൾറെഡി പ്രോഫിറ്റ് വന്നു. 2 തവണ നമുക്ക് ഇതേമാതിരി ഇനിയൊരിക്കൽ കൂടെ ബിൽഡ് ചെയ്യാനുള്ള സമയവും ഇൻ ബിറ്റ്വീൻ ഇതിനകത്ത് ഉണ്ടായിരുന്നു. നമ്മൾ അത് വിട്ടു. ഈ ഒരു സ്ട്രാറ്റജിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഫൈനൽ ലോസ് കണ്ടെത്തി. സോ ഇതാണ് നമ്മുടെ സ്ട്രാറ്റജിയുടെ രീതി. നിങ്ങൾ കണ്ടല്ലോ, ലോസ് വളരെ ഡിഫൈൻഡ് ആയിരിക്കും, വളരെ കുറച്ചായിരിക്കും. നെറ്റ് ക്രെഡിറ്റ് എന്താണോ അതിനകത്ത് ഈ ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് അത് തന്നെയായിരിക്കും നമ്മുടെ മാക്സിമം ലോസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നിങ്ങൾ എല്ലാ രീതിയിലും ഞാനിപ്പോൾ ധന്നിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ധന്ന് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് അതിൻ്റെ സ്ട്രാറ്റജി ബിൽഡറിൽ പോയിട്ട് നമുക്ക് സ്റ്റോക്ക് ഓപ്ഷൻസ് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾ ഇതിൽ കമോഡിറ്റീസ് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാറ്റിനും നിങ്ങൾ സ്വന്തമായിട്ട് ഈ ഒരു രീതി, ഈ സ്ട്രാറ്റജി അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും വ്യൂ ബെയറിഷ് ആണെങ്കിലും വ്യൂ ബുള്ളിഷ് ആണോ എന്ന് നിങ്ങൾ പരസ്പരം നോക്കിയിട്ട് സ്ട്രാറ്റജി ബിൽഡ് ചെയ്ത് നിങ്ങളൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. എങ്ങനെയുണ്ട് നിങ്ങളുടെ റിസൾട്ട് നോക്കുക. ഞാൻ ഈ ഒരു സ്ട്രാറ്റജിയുടെ ഇന്ന് തന്നെ ഈ വീഡിയോ എടുക്കുന്ന ദിവസം തന്നെ രാവിലെ തന്നെ ബാങ്ക് നിഫ്റ്റിയിൽ ഇതേ സ്ട്രാറ്റജി ഞാൻ ഫെബ്രുവരി മന്തിലേക്ക് വേണ്ടിയിട്ട് ഇതേ സ്ട്രാറ്റജി ഞാൻ ബിൽഡ് ചെയ്ത് വച്ചിട്ടുണ്ട്. അതിൻ്റെ ഔട്ട്കം ഇനി എങ്ങനെ എനിക്ക് വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയത്തില്ല. ദയവ് ചെയ്ത് ഞാൻ അതിൻ്റെ ഔട്ട്കം തീർച്ചയായിട്ടും വരുമ്പോൾ ഞാൻ അതിനെ ഹോൾഡ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. 1.5 മാസം കറക്റ്റായിട്ട് ഇപ്പോൾ നമ്മൾ ജാനുവരി മിഡിൽ നിൽക്കുകയാണ്. ഞാൻ ഫെബ്രുവരി എൻഡിലേക്കുള്ള എക്സ്പയറിയിലാണ് ഞാനത് സെറ്റ് ചെയ്തിരിക്കുന്നത്. സോ അതിൻ്റെ ടോട്ടൽ ഔട്ട്കം എന്ത് വരുന്നു അത് ഞാൻ നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിൽ കമൻറ്റിൽ ഞാൻ അതിൻ്റെ സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ ഞാൻ അത് എക്സ്പയർ ചെയ്ത് ഞാനത് എക്സിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ തീർച്ചയായിട്ടും കൊടുക്കാൻ ശ്രമിക്കാം. പ്രൊവൈഡഡ് ഈ ഒരു സ്ട്രാറ്റജിയുടെ ലിങ്ക് ഉൾപ്പെടെ ഞാനതിൽ ആ സമയത്ത് കൊടുക്കാം. അതിന് മുന്നേയൊക്കെ നമ്മൾ ഈ വീഡിയോ വന്നു കഴിയും. തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരിക്കലും ഞാൻ ആ പൊസിഷൻ ക്ലോസ് ചെയ്തിട്ടുണ്ടാവില്ല എന്ന് നിങ്ങൾ വിശ്വസിക്കുക. അഥവാ നല്ല പ്രോഫിറ്റ് വരികയാണെങ്കിൽ ഞാൻ ക്ലോസ് ചെയ്യുകയാണെങ്കിലും ഞാനത് സേവ് ചെയ്ത് വെക്കാം. ഞാനത് നിങ്ങൾക്ക് പ്രൂഫായിട്ട് ഞാൻ ലൈവ് ട്രേഡിൻ്റെ പ്രൂഫും കൂടെ നിങ്ങൾക്ക് നൽകുന്നതാണ്. ഓക്കെ, വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്സിൽ തീർച്ചയായിട്ടും നിങ്ങൾ കല്യാണത്തിൻ്റെ കേസ് മാത്രമല്ല, പലവിധ സിറ്റുവേഷൻസ് ഉണ്ട്. നിങ്ങളുടെ സ്വന്തം ഗ്രോത്ത്, നിങ്ങളുടെ സ്വന്തം ഗ്രോത്ത് കപ്പാസിറ്റി വളർത്തുക, ഭാവിയിലേക്ക് നേരത്തെ ഒരു റിട്ടയർമെൻറ്റ് വേണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോഴേ തന്നെ നല്ലൊരു തുക നിങ്ങൾ അത്യാവശ്യം നിങ്ങളുടെ കപ്പാസിറ്റി അനുസരിച്ചിട്ട് നല്ല കപ്പാസിറ്റി ഉള്ളവർ കൂടുതൽ തുകകൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. കൂടുതൽ തുക ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് ഫണ്ട് വേണമെന്നുള്ളതൊക്കെ നമുക്ക് നോക്കിയിട്ട് നല്ല ഫണ്ട് നോക്കി സെലക്ട് ചെയ്യാം. നിങ്ങൾക്ക് ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഫണ്ട്, നല്ലതെന്ന് പറഞ്ഞൊരു ഫണ്ടില്ല, എല്ലാ മ്യൂച്വൽ ഫണ്ട്സും നല്ലത് തന്നെയാണ്. എല്ലാറ്റിനും അതിൻ്റേതായിട്ടുള്ള റിസ്ക് ബെയറിങ് ചെയ്യുന്നത് തന്നെയാണ്. അത് എല്ലാ ഇൻസ്ട്രുമെൻറ്റ്സിനും റിസ്ക് ഉണ്ട്. അതിൽ നിന്നും നമുക്ക് മാക്സിമം നിങ്ങൾക്ക് അനുയോജ്യമായ ഫണ്ട് ഏതാണെന്ന് സെലക്ട് ചെയ്ത് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് നമുക്ക് പോകാം. എൻ്റെ വാട്സാപ്പ് നമ്പർ വൺസ് അഗൈൻ ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ അറിയാൻ തീർച്ചയായിട്ടും നിങ്ങൾക്കോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ സർവീസ് നിങ്ങൾ തീർച്ചയായിട്ടും അവൈൽ ചെയ്യണം. ഞാൻ എപ്പോഴും അതിന് റെഡിയാണ്. താങ്ക് യു. ബൈ.